ആ ധനവാന്റെയും ലാസറസിൻ്റെ ആ സംഭവത്തിൽ യേശു വ്യക്തമായി കാണിക്കുന്നത് മരിച്ചു പോയിരിക്കുന്നവർക്ക് അവർക്കവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ട്. അതായത് ക്രിസ്തുവിലായവർക്ക്, അതായത് ക്രിസ്തുവിൽ മരിച്ചവർക്ക് ക്രിസ്തുവിലുള്ള ആ സന്തോഷം അവർ അനുഭവിക്കുന്നു. മറിച്ച് ഹെയ്തിയിൽ പോയവർക്ക് അവിടുത്തെ ആ ഒരു കഷ്ടതയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവർ രണ്ടും വ്യത്യസ്ത മണ്ഡലങ്ങളിലാണ്. സ്വർഗമോ അല്ലെങ്കിൽ ഹെയ്തിയിലോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് വല്ലതും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ സാരം, ഈ മരിച്ചു പോയ വിശുദ്ധർ അവർ ആരെല്ലാം ആയാലും ദേ ആർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി എർത്ത്ലി അഫയേഴ്സ്. ആ ധനവാൻ അബ്രാമിനോട് ചോദിക്കുകയാണ്, ലാസറസിനെ ഒന്ന് അയക്കാമോ തൻ്റെ സഹോദരന്മാരോട് ഗുണപ്പെടാൻ പറയാൻ. പക്ഷേ എബ്രഹാം പറയുന്നത് വാക്യം 26, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഒന്നും ആർക്കും വരുവാൻ സാധിക്കില്ല. പിന്നെ വാക്യം 29 എബ്രഹാം ഓർപ്പിക്കുന്നു, ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നവർക്ക് മോശയും പ്രവാചകന്മാരും, അതായത് നിയമവും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും പ്രമാണങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, അത് കേട്ട് വിശ്വസിച്ച് സ്വർഗത്തിലേക്ക് വരുന്നെങ്കിൽ വന്നാൽ മതി എന്ന് എബ്രഹാമും വ്യക്തമായി പറഞ്ഞു. അതിൽ നിന്ന് വ്യക്തമല്ലേ, യാതൊരു വിധത്തിലും ദർ ഈസ് നോ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഡെഡ് ആൻഡ് ദ ലിവിങ്. ജീവനോടെ ഇരിക്കുന്നവരും മരിച്ചു പോയവരും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല. എബ്രഹാമിനെ പോലെ നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് മറിയയ്ക്കോ അല്ലെങ്കിൽ മറ്റ് മരിച്ചുപോയ വിശുദ്ധർക്ക് അത് സാധിക്കുന്നത്? ചിന്തിക്കണം.